Jingle bells, jingle all the way. Oh, what fun it is to ride on a one-horse open sleigh. അപ്പൊ നമ്മുടെ ക്രിസ്മസ് എത്തിപ്പോയി. അപ്പം എന്തൊക്കെയാ ക്രിസ്മസിന് ഏറ്റവും ഫേവറേറ്റ് സാധനം എന്താണെന്നറിയാം എന്റെ? പറയൂ. നീ ഗസ് ചെയ്. സാന്റാക്ലോസ് വിത്ത് ഗിഫ്റ്റ്. വെറുതെ സാന്താക്ലോസ് വന്നാ ഒന്നും ശരിയാവില്ല, വിത്ത് ഗിഫ്റ്റ്സ്. ഓക്കെ, അപ്പം അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള. ശരിക്കും ഗോപു, നമ്മുടെ ചെറുപ്പത്തിലേ തൊട്ടുള്ള ഒരു ക്രിസ്മസിന്റെ സെലിബ്രേഷൻ ഒക്കെ നമ്മൾ നോക്കിയാ, ആക്ച്വലി എന്റെ വീട്ടിലൊക്കെ ആദ്യം സ്റ്റാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ചെറുതാവുമ്പോ ഡാഡി സ്റ്റാർ വാങ്ങിട്ട് വരും, ഒരു ലൈറ്റ് വിട്ട് സ്റ്റാർ മാത്രം ഉണ്ട്. പിന്നെ പിന്നെ പോകെ പോകെ എന്തൊക്കെ ചേഞ്ചസ് വന്നു അല്ലേ? പിന്നെ അറ്റ് ദ മോസ്റ്റ് കഴിക്കാൻ എന്തെങ്കിലും കഴിക്കാൻ വേണമല്ലോ ക്രിസ്മസ് ആയ, അപ്പൊ നമ്മൾ പ്ലം കേക്ക് വാങ്ങലായിരുന്നുണ്ടായിരുന്നു. പിന്നെ ആരെങ്കിലും വരുമ്പോ നിനക്ക് അറിയില്ല, പണ്ടത്തെ കേക്ക് പ്ലം കേക്ക് ഷുഗർ കോട്ടഡ് ആയിരുന്നു. ഷുഗറിന്റെ ഒരു ലെയർ. ഇപ്പത്തെ ആ ക്രീമിന്റെ അത്ര ടേസ്റ്റ് ഇല്ല. ടേസ്റ്റ് ഇല്ല, എനിക്ക് അത്ര ഇഷ്ടമല്ല. ഷുഗറിന്റെ നല്ല കട്ടുള്ള കോട്ടഡ് ആയിരുന്നു ക്രിസ്മസ് കേക്ക്സ്. അതെനിക്കറിയില്ല കേട്ടോ. ആ ഒരു കേക്ക് എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് എനിക്ക് അന്ന് പ്ലം കേക്ക് ഒന്നും അത്രയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. പിന്നെ പോകെ പോകെ ഫ്രണ്ട്സ് പറയുമ്പോ അറിയുന്ന ഇതിന്റെ ബാക്കിൽ അവരിടുന്ന ഒരു എഫേർട്ട്, അതായത് മാസങ്ങൾക്ക് മുമ്പേ അവർ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് അല്ലെ, അവര് സ്വന്തം വീട്ടില് കേക്ക് ബേക്ക് ചെയ്തിട്ട് അതാണ് എല്ലാരും. അതുപോലെ നിനക്കൊരു കാര്യം അറിയോ? ചില ക്രിസ്മസ് കേക്കിൽ റം അവര് യൂസ് ചെയ്യാറുണ്ട്. ഞാനത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഓഫീസിലായിരിക്കുമ്പം ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ നല്ല ഏജ്ഡ് ആട്ടോ, ഭയങ്കര ഏജ് ഗ്യാപ്പ് ഉണ്ട്. പുള്ളിക്കാരൻ എല്ലാ പ്രാവശ്യവും, മാത്യു KTJ എന്ന പേര്, പുള്ളിക്കാരൻ ഇതുപോലെ എപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ റമ്മൊക്കെ ഒഴിച്ചുണ്ടാക്കുന്ന ഒരു പ്ലം കേക്കും കൊണ്ട് വരുമായിരുന്നു. ഭയങ്കര ടേസ്റ്റി അത് വീട്ടില് പുള്ളിക്കാരന്റെ വൈഫ് ഉണ്ടാക്കുന്നതുവാ. അതെനിക്ക് തോന്നുന്നു നല്ല കുറേ ഉണ്ടാക്കും തോന്നൂല്ലേ ഇവര് വീട്ടിൽ നിന്നിട്ട്. എല്ലാ ഫ്രണ്ട്സും ദിവാലിക്ക് സ്വീറ്റ് കൊടുക്കുന്ന പോലെ, ഓണത്തിന് പായസം കൊടുക്കുന്ന പോലെ, നമ്മള് കേരളൈറ്റ്സിന്റെ ഒരു സ്പെഷ്യാലിറ്റി അത്. നമ്മൾ എല്ലാ ഫെസ്റ്റിവലും ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ്. അതെ, ഇവിടെ ഒരു റിലീജിയന് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലാതെ സെലിബ്രേഷൻ ആൻഡ് ഹാപ്പിനെസ് ആൻഡ് റീയൂണിയൻ, അതിനാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ വന്നതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. ആക്ച്വലി എന്റെ വീട്ടിലെ ക്രിസ്മസ് ട്രീ നമ്മളിപ്പോ ഡെക്കറേറ്റ് ചെയ്യുന്നൊക്കെ ഇല്ലേ ക്രിസ്മസ് ട്രീ, ഇതെങ്ങനെയാ എനിക്ക് കിട്ടിയെന്നറിയോ? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ട് ക്രിസ്ത്യൻ ആണ്. അപ്പൊ അവള് ക്രിസ്മസിന്റെ 2 ദിവസം മുമ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും കേക്കും ബേക്ക് ചെയ്ത്, അതും ഡിഫറെന്റ് ഫ്ലേവർ കേക്കും പ്ലസ് ഈ ക്രിസ്മസ് ട്രീ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാ. അതിനുശേഷം എല്ലാ വർഷവും ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു പുതിയ ഓർണമെന്റ് ഞാൻ ആ ക്രിസ്മസ് ട്രീക്ക് വാങ്ങി അത് ഡെക്കറേറ്റ് ചെയ്തു. ഇതങ്ങനെ ആരും തന്നൊന്നും അല്ല, ഞങ്ങള് വാങ്ങിയതാ. പക്ഷെ പിള്ളേരാണ് ഇത് മുഴുവൻ സെറ്റ് ചെയ്ത്. ക്രിസ്മസ് ഡിസംബർ ആവാൻ വെയിറ്റ് ചെയ്യാ ഞങ്ങള് ക്രിസ്മസ് ട്രീ. പിള്ളേര് കുഞ്ഞായിരിക്കുമ്പോഴില്ലേ നമ്മളാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷെ ഇതെന്ത് ചെയ്തു, ഞങ്ങൾ എല്ലാം വാങ്ങിക്കൊണ്ട് പിള്ളേരുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് സെറ്റ് ചെയ്തോളാൻ. ആൻഡ് ഭയങ്കര നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായി കണ്ടു. രാവിലെ നീറ്റ് വരുമ്പേ നമ്മള് വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ച ക്രിസ്മസ് ട്രീ ഓരോ ദിവസം രാവിലെ വരുമ്പോ ഒരു പ്രത്യേക ഹാപ്പിനെസ് തരുന്നില്ലേ അല്ലേ? പണ്ട് നീ പറഞ്ഞ ഈ സ്റ്റാർസ്, നമ്മൾ എവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ക്രിസ്മസ് മന്ത് ആയി, ഡിസംബർ മന്ത് ആയി എന്ന് അറിയുന്ന എങ്ങനെയാ അറിയോ? എല്ലാ ഒക്കെ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. ഇപ്പൊ ഫോർ എ ചേഞ്ച് എല്ലാ ഷോപ്സിലും ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ക്രിസ്മസ് ട്രീയും ഉണ്ട് സ്റ്റാർസിന്റെ കൂടെ അല്ലേ? അതെ. പിന്നെ എനിക്ക് തോന്നുന്നു ക്രിബൊക്കെ ചിലവരൊക്കെ ആയിരിക്കും വെക്കുന്ന വീട്ടില്, പക്ഷെ അതും കാണാൻ നല്ല രസമാ. പിന്നെ നിനക്കറിയോ, പ്ലം കേക്കിന്റെ കൂടെ വേറൊരു സാധനം ഉണ്ട്, ഹോം മെയ്ഡ് വൈൻ. അത് മിക്ക ക്രിസ്ത്യൻസിന്റെ വീട്ടിലും ഉള്ളതാണ്, കേക്കും ഹോം മെയ്ഡ് വൈനും. എന്തൊരു ടേസ്റ്റ്! ഞാനത് പല പല കടയിൽ നിന്ന് വാങ്ങി നോക്കി. എനിക്ക് ആ പണ്ട് കിട്ടിയിരുന്ന ഒരു ടേസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒന്നെങ്കിൽ ഷുഗർ കുറച്ച് ലോ, അല്ലെങ്കിൽ ആ ഫ്രൂട്ടിന്റെ ആ ഗ്രേപ്പിന്റെ ഒക്കെ കൂടി ആ ഒരു ടേസ്റ്റ് വരണ്ടേ, അതൊന്നും വരുന്നേ ഇല്ല. നമുക്ക് ആരെങ്കിലും ഒക്കെ വീട്ടിലുണ്ടാക്കുന്ന സെല്ലേഴ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാനിവിടെ പാലക്കാട് 2-3 പേരുടെ അടുത്ത് ചോദിച്ചു വെച്ചിട്ടുണ്ട്. കിട്ടുകയാണെങ്കിൽ, ഒരു കോണ്ടാക്ട് വല്ലതും കിട്ടുകയാണെങ്കിൽ ഓർഡർ ചെയ്യാം. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ സാന്റാക്ലോസ്, ക്രിസ്മസ് ട്രീ, കേക്ക്, ഗിഫ്റ്റ്സ്, പിന്നെ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ വൈൻ. പിന്നെ ഇതിന്റെ ഒക്കെ കൂടെ ഞാൻ പറയട്ടെ, ഏറ്റവും ഭംഗിയുള്ള ഒരു കാര്യം എന്താ, ക്രിസ്മസ് കൊണ്ടുവരുന്ന വാംത്ത് അല്ല രഞ്ജു? ദോ ക്രിസ്മസ് മന്ത് വിന്റർ, നമ്മളെ വിന്റർ മന്ത് ഡിസംബറിലാണെങ്കിലും ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഒരു വാം ഫെസ്റ്റിവൽ അല്ലെ? എല്ലാരോടും നമ്മൾ കുറച്ചും കൂടി അടുപ്പം കാണിക്കും. അറിയാത്തവരും കൂടി നമ്മൾ ഗ്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മെറി ക്രിസ്മസ്, ഒരു ഹാപ്പിനെസ്. അതാണ് ക്രിസ്മസിന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട പാർട്ട്. ഈ സ്മൈൽ മോർ അല്ലെ? പിന്നെ കുറെ നാളെ മെസ്സേജ് അയക്കാത്ത ഫ്രണ്ട്സ് ആണെങ്കിലും
എന്റെ ആ വാട്സപ്പ് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ഞാൻ ഹാപ്പി ക്രിസ്മസ്, മേരി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോഴല്ലേ ആക്ച്വലി നമ്മൾ കുറച്ച് നാളായിട്ട് മെസ്സേജ് അയക്കാണ്ട് കിടക്കുന്നവരാണെങ്കിലും തിരിച്ച് റിപ്ലൈ ചെയ്യുമ്പോൾ പിന്നെയും അവിടുന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതെ അതെ. സോ അതാണ് ഞാൻ പറഞ്ഞ ഡിസംബറിന്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഇറ്റ് ബ്രിങ്സ് ലോട്ട് ഓഫ് ഹാപ്പിനെസ്, കൂടെ കുറെ ഹോപ്പ്, കുറെ ബ്ലെസ്സിങ്സും അല്ലെ. സോ ആസ് വി ഓൾവേസ് കൗണ്ട് our blessing this December 2025 December, count all your blessings and be grateful. Thanks for watching Echoes of Our with Ren and Go. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas.